തിരുവോണ ദിനത്തിൽ കേരളം സന്ദർശിച്ച് മടങ്ങാനൊരുങ്ങവെയാണ് മാവേലിയെ ഞങ്ങൾ കണ്ടുമുട്ടിയത്. കേരളത്തിലെ സന്ദർശനം എങ്ങനെയുണ്ടായിരുന്നുവെന്ന ചോദ്യത്തിന് മാവേലിയുടെ മറുപടി ഇങ്ങനെ: ഇവിടെയൊക്കെ വരാന്ന് വെച്ചാൽ ഭയങ്കര നാറ്റോ. ആ പാളയത്തോടെ പോയപ്പോൾ ഭയങ്കര നാറ്റോ. സർക്കാരൊക്കെ എന്താ നോക്കണത്? കേരളത്തിൽ വന്ന് പെട്ടുപോയോ എന്ന ചോദ്യത്തിന് മാവേലിയുടെ പ്രതികരണം ഇതായിരുന്നു: പിന്നെ പെട്ടുപോയെന്നവർ പറയാം, ഇനിയിപ്പോൾ അടുത്ത വർഷം വരാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ, എന്നാലും കൊലോടം തന്നെ. എന്തായാലും ഇരുന്നിരുന്ന് കേരളത്തിലെത്തിയ മാവേലിയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച വാർത്ത ഇതാണ്. അതാണ് വലിയ ബുദ്ധിമുട്ടായപ്പോൾ 2 സ്മോൾ അടിക്കാതെ വന്നപ്പോഴാ പറല്ലാവതിയാ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു 15 അടിക്കാതെ വീട്ടിൽ മാറ്റി വയ്ക്കാന്ന് വെച്ചാൽ വീട്ടിലത് പോലീസ് പിടിക്കുക. അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വർഷമെങ്കിലും ആവോ? പൈൻ്റ് അടിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. എന്നാൽ അവിടെയും പ്രശ്നമാണ്. ജ്യൂസ് കുടിക്കാന്ന് വെച്ചപ്പോൾ ജ്യൂസിലും പുഴുക്കളാണ് പറയണത്. പിന്നെ അതും പേടിയാ. കേരളത്തിൽ വരാമെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കേരളത്തിലെത്തിയ മാവേലിയെ ഇവിടുത്തെ പോലീസും വെറുതെ വിട്ടില്ല. അവിടെ ചെന്നപ്പോൾ മീസി സർക്കിൾ പിടിച്ചു. പാതാളത്തിൽ കുഴപ്പമുണ്ടോ? ഞാൻ ഒരു കുഴപ്പമില്ലെന്നു തടി തപ്പി കളഞ്ഞു. എപ്പോഴത്തെ ആത്തിട്ടാലോ? ഏതായാലും അടുത്ത വർഷമെങ്കിലും കേരളത്തിലെ പ്രശ്നങ്ങൾ മാറുമെന്ന പ്രതീക്ഷയോടെയാണ് മാവേലി മടങ്ങിയത്. അൽ അമീൻ, മീഡിയ 1, തിരുവനന്തപുരം.